ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ രാവിലെ തന്നെ അടിപൊളിയായിട്ട് കുറേ ഫോൺ കോൾസും ഇതുമൊക്കെ വന്നപ്പോഴാണ് പെട്ടെന്ന് വിവരം അറിയാൻ പറ്റിയത് മാർക്കോ സിനിമയുടെ റിവ്യൂ. അപ്പം ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി. എങ്ങനെയായാലും ഇന്നെനിക്ക് കണ്ടൊക്കത്തോളം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് എങ്ങനെയായാലും ഇന്ന് സമയം ഇറക്കിയിട്ടായാലും എല്ലാം എൻ്റെ വർക്കുകളൊക്കെ തീർത്തിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബട്ട് കേട്ട കേൾവി എല്ലാവരും പറയുന്ന ഒരൊറ്റ റിവ്യൂ, ഇറ്റ്സ് എ വണ്ടർഫുൾ ബോംബാസ്റ്റിക് മൂവി എവർ ഡൺ ബൈ ഉണ്ണിമുകുന്ദനേട്ടൻ. സോ നല്ല വയലൻസ്, നല്ല നല്ല ജാസ്തി വയലൻസ് ആയിട്ടും പിന്നെ നല്ല എൻ്റർടൈനിങ് ആയിട്ടും പിന്നെ നല്ല നല്ല എന്താ പറയുക, ഓഡിയൻസ് അട്രാക്ഷൻ പിടിച്ചു വെച്ചു ഉണ്ണിയേട്ടൻ്റെ ഈ ഇത്. ഒരുപാട് ഓഡിയൻസ് അട്രാക്ഷൻ പിടിച്ചു വെച്ചു. അപ്പം എനിക്ക് തോന്നുന്നത് മാളികപ്പുറത്തിന് ശേഷം അടുത്ത ഒരു ജയഗണേഷിനെയും കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം ആദ്യമായിട്ട് ഇതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഡീൽ ഓൾസോ, ഇറ്റ്സ് വെരി ബിഗ് whatever he has done for this movie. ആ എൻറ്റയർ ബോഡി ചേഞ്ച് പ്രോസസ്സ് തന്നെ ചെയ്യണമെങ്കിൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഹീ ഈസ് ഓൾവേസ് സ്റ്റിക്ക് ടു ഹിസ് ഡയറ്റും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പം എന്താ പറയുക, എന്തായാലും കേട്ട പ്രകാരം സിനിമ എല്ലാ ലാംഗ്വേജസിലും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പല റിവ്യൂസ് കണ്ടതിൽ ഹിന്ദിയിലും നല്ല റിവ്യൂസാണ് വരുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിനെ കഴിഞ്ഞ് നല്ല സെക്കൻഡ് ഹാഫാണ് കൂടുതൽ എല്ലാവർക്കും ഓഡിയൻസ് അറ്റൻഷൻ കിട്ടിയിരിക്കുന്നത്. ഓഡിയൻസിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നേക്കുന്നത് സെക്കൻഡ് ഹാഫാണ്. ലെറ്റ്സ് സീ. അപ്പം പിന്നെ ഇതിൽ വേറെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അപ്പം മിക്കായിൽ കണ്ടിട്ട് പോയവരാണെങ്കിൽ ആദ്യത്തെ സിനിമ മിക്കായിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, മിക്കായിൽ ആരായിരുന്നു, നമ്മളെ നിവിൻ പോളി ഏട്ടനും ഉണ്ണിയേട്ടനും ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ അത് വില്ലനായിട്ടായിരുന്നു. അപ്പം മിക്കായിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മാർക്കോടെ ഇത് പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് മിക്കായിൽ തന്നെ കുറേ തുമ്പുകളൊക്കെ വിട്ടിട്ടുണ്ട്, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി മൂവി വാച്ച് ചെയ്യണം. പറ്റുകയാണെങ്കിൽ വീക്കെൻഡ്സ്, നാളെ സാറ്റർഡേ സൺഡേ ആണല്ലോ. അപ്പം പിന്നെ ഇനി കാത്തിക്കുന്ന എന്തിനാ, പെട്ടെന്ന് തന്നെ ടിക്കറ്റ്. ബിക്കോസ് കേരളത്തിൽ ഓൾറെഡി ഇത് ഫ്ലഡഡ് ആയിക്കഴിഞ്ഞു, ഫിൽഡ് അപ്പാണ്, എവിടെ ഒരു ടിക്കറ്റ് കിട്ടാനില്ല. സോ എന്തായാലും കണ്ട് ഇനി കൂടുതൽ അഭിപ്രായങ്ങൾ പറയാം. അപ്പം വരെ ബൈ.